ലഹരിയിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ലഹരിക്ക് അടിമയെന്നും രക്ഷിക്കണമെന്നും യുവാവ് പോലീസിനോട് പറഞ്ഞു. യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. മനസ്സിലാക്കി തളരുക, കിട്ടാതാകുമ്പോൾ വേറൊരു ഇതായിട്ട് വരും നമ്മുടെ മനസ്സിൽ. ഞാൻ ഒരുപാടാണ് ശ്രമിച്ചത്. അപ്പോഴാണ് നമ്മൾ താന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് താന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ DSP പ്രമോദ് സാർ അങ്ങനെ പരിപാടി നടത്തുന്നുണ്ട്. എൻ്റെ ഇതുപോലെ അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് സന്തോഷമായി. നമ്മുടെ മനസ്സിന് തന്നെ തോന്നി എന്തായാലും അവിടെ ചെല്ലണം, കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണം. അതിനെല്ലാം സപ്പോർട്ട് അവിടെ ഉണ്ട്. കാരണം ചിലർക്ക് പേടിയുണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പറയുമ്പോൾ എന്താണ് അവരെങ്ങനെ ഉൾക്കൊള്ളുക എന്നുള്ള ചില ആൾക്കാർ പോലീസാണ് എന്താണ് പറയാമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഏറ്റവും എനിക്ക് അത്ര ജ്യേഷ്ഠന്മാരെ പോലെ കയറുന്നതാണ് അവിടുത്തെ പോലീസുകാർ. എന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ ഞാനിത് അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സമൂഹത്തിനോട് ഇത് തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളിത് ഇങ്ങോട്ട് ഒഴിവായി കിട്ടാൻ ഒരുപാട് നമ്മൾ നിരയിക്കേണ്ടി വരും. സമീർ ബിൻ കരീമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. സമീർ, എന്തായാലും നമ്മുടെ ലഹരി വിരുദ്ധ യാത്രയുടെ അടക്കം പ്രതിഫലനങ്ങൾ ചെറുതായിട്ടാണെങ്കിലും സമൂഹത്തിൽ കണ്ടു തുടങ്ങി എന്നുള്ളത് വലിയ നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് തിരിച്ചറിയുന്നു താൻ ഉപയോഗിക്കുന്നത് പ്രശ്നമാണ്, മുന്നോട്ടേക്ക് പോകുന്നത് ജീവന് പ്രശ്നമാണ്, സമൂഹത്തിന് പ്രശ്നമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഒരു ട്രെൻഡാവുകയാണെങ്കിൽ അത്രയും നല്ലത്. സമീർ. ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ് താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കയറി വരുന്നത്. യുവാവിൻ്റെ ആവശ്യം ഇപ്രകാരമായിരുന്നു: താൻ ലഹരിക്ക് അടിമയാണ്, തനിക്ക് എങ്ങനെയെങ്കിലും ഈ ലഹരിയിൽ നിന്നും ഒരു മോചനം വേണം, ലഹരി എല്ലാ തലങ്ങളിലുമുള്ള എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു താനൂർ ഡിവൈഎസ്പിയോട് ഈ യുവാവ് പറഞ്ഞത്. ഉടൻ തന്നെ യുവാവിനെ പോലീസ് വിശദമായി തന്നെ സംസാരിച്ചു. പിന്നാലെ ഈ ട്രോമ കെയർ വളണ്ടിയറുടെ കൂടി സഹായത്തോടു കൂടി യുവാവിനെ ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസമായി താനൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ടും ഈ ഡിവൈഎസ്പി പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ എല്ലാവർക്കും ഉണ്ട്. മാത്രമല്ല, ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയുള്ള എല്ലാവിധ സഹായ സഹകരണവും പോലീസ് ചെയ്തു നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ബോധവൽക്കരണത്തിൽ പങ്കെടുത്ത ഒരു യുവാവാണ് താനൂർ സ്റ്റേഷനിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാത്ത സാഹചര്യമാണെങ്കിലും പക്ഷേ യുവാവിന് തോന്നുന്നത് താൻ എത്തിക്കഴിഞ്ഞാൽ പോലീസ് ഏത് രീതിയിലേക്ക് കൈകാര്യം ചെയ്യുമെന്നുള്ള ആശങ്ക ഒരുപക്ഷെ ഉണ്ടാവും. എന്നാൽ ഈ ഒരു ബോധവൽക്കരണത്തിൽ പങ്കെടുത്തതിന് ശേഷം യുവാവ് ധൈര്യപൂർവ്വം സ്റ്റേഷനിലേക്ക് എത്തി തന്റെ ആവശ്യം പറഞ്ഞു. പോലീസും വളരെ കൃത്യമായി തന്നെ ഇടപെട്ട് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ യുവാവ് പറയുന്നത് ലഹരി എല്ലാ തരത്തിലും യുവാവിനെ നശിപ്പിച്ചു, അയാളുടെ കുടുംബം ഇയാൾ ഇന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ലഹരി കിട്ടാത്ത സമയങ്ങളിൽ ഈ യുവാവ് വയലന്റ് ആകുന്ന ഒരു സാഹചര്യം, അങ്ങനെ എല്ലാ തലങ്ങളിലും തന്നെയും തന്റെ കുടുംബത്തെയും ഈ ലഹരി നശിപ്പിച്ചു എന്നുള്ളതാണ് യുവാവ് പറയുന്നത്. മാത്രമല്ല, ഈ ലഹരി ഉപയോഗം തുടങ്ങാനും വളരെ എളുപ്പമാണ്, പക്ഷേ ഇതിൽ നിന്നും ഒരു മോചനം എന്നുള്ളത് വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ലഹരിയിലേക്ക് കടന്നു വരരുത് എന്നുള്ളതാണ് ഈ യുവാവ് വ്യക്തമായി തന്നെ പറയുന്നത്. ഹാഷ്മി.